ട്രോള് ചെയ്യണം. മറ്റേ ഗം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം. നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും കൂടുതൽ വിജയസാധ്യത കണ്ടിരുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു തൃശൂർ. തൃശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന കാര്യത്തിൽ 100-110% ഉറപ്പ് തന്നെയായിരുന്നു. സുരേഷ് ഗോപി എന്ന സിനിമാ നടനിലുപരിയായി സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ജനം തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു പിന്നീടെല്ലാം. അതിന്റെ ഫലമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കൈവെള്ളയിലിരിക്കുന്ന കേന്ദ്രമന്ത്രി പദവിയും. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം തിപ്പൊരി പാറുന്ന ഒരു പ്രസംഗം തന്നെ നടത്തുകയുണ്ടായി. ഒരിക്കൽ കൂടെ മലയാളി മനസ്സിന്റെ ഹൃദയം കീഴടക്കിയ ഒന്നായിരുന്നു അത്. തന്നെ പരിഹസിച്ചവർക്കും പുച്ഛിച്ചവർക്കും തള്ളി പറഞ്ഞവർക്കും ഒക്കെയുള്ള ഒരു വ്യക്തമായ മറുപടി തന്നെയായിരുന്നു അത്. പാലക്കാട് തന്നോളൂ, കേരളം ഇങ്ങ് എടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ തൃശ്ശൂർ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞതിനെ കുറിച്ച് വന്ന ട്രോളുകൾ അക്ഷരാർത്ഥത്തിൽ തനിക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂവെന്നും ഇപ്പോൾ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞത് ട്രോൾ ഗ്രൂപ്പുകളിൽ വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. ഇത് മറ്റേ ട്രോളുകാര് ഇപ്പൊ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം. തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും. അതാണ് എൻ്റെ ജീവിതം തെളിയിച്ചത്. ട്രോള് ചെയ്യണം. മറ്റേ ഗം ഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം. അത് മാത്രമാണ് നമുക്ക് വിജയ വഴി. BJPയെയും തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. ലൂർദ് മാതാവിന് താൻ നൽകിയ കിരീടം ഉരച്ചു നോക്കാൻ വന്നവർക്ക് മാതാവ് തന്നെ മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഉരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് ഫലം കണ്ടെത്താനാകുന്നത്. ഉരച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി? മാതാവ് തലയ്ക്ക് അടിയും കൊടുത്ത് പറഞ്ഞയച്ചു. നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം. അത് കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവായാലും ഒരു വിഷ അമ്പേറ്റ കൃഷ്ണനായാലും നന്മയ്ക്ക് നൽകലിന്റെ ഒരു ഉത്തുംഗ ശൃംഗം ലഭിക്കും. അത് കാലഘട്ടങ്ങൾ മാറി മാറി വന്ന് ലഭ്യതയിൽ വന്ന് അവസാനിക്കും. യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം, പാലക്കാടും വരണം, വയനാട്ടിലും വരണം. ഇതെല്ലാം നമുക്ക് അഗ്നിപരീക്ഷ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ടിത്താക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള അഗ്നിപരീക്ഷ ആയിരിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയും വിജയിക്കാനാകണം. ഇരു മണ്ഡലങ്ങളിലും നേട്ടം കൊയ്യാൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ BJPക്ക് കഴിയും. തൃശൂർ ഒരു തുടക്കമല്ല, വലിയ തുടക്കങ്ങൾക്കുള്ള ചിന്തയുടെ തീ നാളമാണ് എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. പാലക്കാട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും BJP ജില്ലാ കമ്മിറ്റി ഒരുക്കിയ ഒരു സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വകുപ്പുകളാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വ്യക്തമാക്കി. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എങ്കിൽ താൻ ഇടപെട്ട് വേണ്ടത് ചെയ്യുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകിയിട്ടുണ്ട്. ആലത്തൂർ MP K രാധാകൃഷ്ണനോട് പാർലമെന്റിൽ വെച്ച് കണ്ടപ്പോൾ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തൃശൂരിൽ കരുവന്നൂർ വിഷയമാണ് എങ്കിൽ പാലക്കാട് വിഷയമാവുന്നത് മെഡിക്കൽ കോളേജ് ആയിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് സ്വകാര്യ ഓഡിറ്റോറിയത്തിലെ പ്രൗഢഗംഭീരമായ സദസ്സിലാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും സ്വീകരണം നൽകിയത്. BJP സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന BJP നേതാക്കളായ V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, C കൃഷ്ണകുമാർ, AN രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും യോഗ്യരായ സ്ഥാനാർത്ഥികൾ വേണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതൊന്നും BJPക്കുള്ള അഗ്നിപരീക്ഷയല്ല. നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവർക്കുള്ള ശക്തമായ സന്ദേശമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നൽകിയത്. BJP ഉയർപ്പിന്റെ കാലഘട്ടത്തിലാണ്. കർത്താവിന്റെ ഉയർപ്പ് പോലെയാണ് BJPയുടെ വിജയമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു വരുമ്പോൾ താനും കൂടെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള സെമി ഫൈനലാണ് പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങേണ്ടതാണ്. എല്ലാ വാർഡുകളിലേക്കും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണം. ആദ്യകാല നേതാക്കൾ ഒരുപാട് ത്യാഗം ചെയ്തതിന്റെ ഫലമാണ് മൂന്നാം തവണയും അധികാരത്തിലെത്താൻ കാരണമായത്. അവർക്കുള്ള സമർപ്പണമായിരിക്കണം നമ്മുടെ വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷമാക്കാൻ കൽപ്പാത്തി രഥോത്സവത്തിന് പാലക്കാട്ടുകാർക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിരിക്കുകയാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ സംബന്ധിച്ച് എംപിയും മുൻ മന്ത്രിയുമായ കെ രാധാകൃഷ്ണനുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിന്റെ പേരിൽ സ്ഥാപിച്ച മെഡിക്കൽ കോളേജിന്റെയും അവിടെയുള്ള വിദ്യാർത്ഥികളും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്.